ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ഇന്ത്യയുടെ അടുത്ത പരമ്പരയ്ക്ക് വേണ്ടിയാണ്. ബംഗ്ലാദേശുമായിട്ടാണ് ഇന്ത്യ കളിക്കാൻ പോകുന്നത്. T20യും ടെസ്റ്റും ബംഗ്ലാദേശുമായിട്ട് കളിക്കുന്നുണ്ട്. ഇപ്പോഴിതാ ബംഗ്ലാദേശുമായിട്ട് കളിക്കാനുള്ള ഇന്ത്യയുടെ T20 ടീം എത്തിയിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ബംഗ്ലാദേശുമായിട്ടുള്ള T20 സീരീസിൽ സഞ്ജു സാംസൺ ഉണ്ടാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. സഞ്ജു മാത്രമല്ല, ഇഷാൻ കിഷനെയും ടീമിൽ ഉൾപ്പെടുത്തും. ഋഷഭ് പന്തും രാഹുലും ഉണ്ടായിരിക്കില്ല. ഇവർ രണ്ടുപേരും ടെസ്റ്റ് സീരീസിലായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. മുഴുവനായിട്ടും യുവതാരങ്ങളായിരിക്കും ബംഗ്ലാദേശ് T20യിൽ കളിക്കാൻ പോകുന്നത്. സഞ്ജു മാത്രമല്ല, അഭിഷേക് ശർമ്മ, ഋതുരാജ് ഗേക്വാദ് തുടങ്ങിയ താരങ്ങളെയും ഉൾപ്പെടുത്തും. സിംബാബ്വെ പരമ്പരയിൽ അഭിഷേക് സെഞ്ചുറി അടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും താരത്തെ ഒഴിവാക്കി. അതുപോലെ ഋതുരാജിനെയും. ഈ രണ്ട് താരങ്ങളെയും തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. ശുഭ്മാൻ ഗില്ല് T20യിൽ ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ പാണ്ഡ്യയെയും ഉൾപ്പെടുത്തില്ല. സൂര്യകുമാർ തന്നെയായിരിക്കും ഇന്ത്യയുടെ ക്യാപ്റ്റൻ. സഞ്ജുവിന് വീണ്ടും അവസരം കൊടുക്കാൻ പോവുകയാണ് ഗൗതം ഗംഭീർ. സഞ്ജുവിനെ അങ്ങനെ ഒഴിവാക്കുന്നില്ല. അവസാനത്തെ 2 T20യിൽ സഞ്ജു ഡെക്കായിട്ടുണ്ടായിരുന്നു. എന്നിട്ടും സഞ്ജുവിനെ കൈയൊഴിഞ്ഞില്ല. ഇതിനു മുന്നേ സൂര്യകുമാറും ഒരുപാട് വട്ടം ഡെക്കായിട്ടുണ്ട്. എന്നിട്ടും അവരെ ഇന്ത്യൻ ടീം തഴഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ കോച്ച് ഗൗതം ഗംഭീർ സഞ്ജുവിന് ഇപ്പോൾ സപ്പോർട്ട് കൊടുക്കുകയാണ്. സഞ്ജുവിൻ്റെ പ്രതിഭ എത്രത്തോളം ഉണ്ടെന്ന് കോച്ച് ഗൗതം ഗംഭീറിന് വ്യക്തമായിട്ട് അറിയാം. ഇത്രയും കാലം സഞ്ജുവിന് അവസരം കിട്ടാതെയായിരുന്നു. ഇപ്പോൾ തുടർച്ചയായി 2 അവസരം കിട്ടിയപ്പോൾ സഞ്ജു ഡെക്കായി. എങ്കിലും സഞ്ജു ശക്തമായിട്ട് തിരിച്ചു വരും. ബംഗ്ലാദേശ് T20യിൽ സഞ്ജുവിൻ്റെ ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് നമുക്ക് കാണാൻ സാധിക്കും. ഇനി റിയാൻ പരാഗ്, റിങ്കു സിംഗ്, ഹർഷദീപ് സിംഗ് തുടങ്ങിയ താരങ്ങളും സ്ക്വാഡിലുണ്ടായിരിക്കും. ഓപ്പണിംഗിൽ ജയ്സ്വാളിനെയും പരിഗണിക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ജയ്സ്വാളും അഭിഷേകുമായിരിക്കും ഓപ്പണിംഗിൽ വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ബംഗ്ലാദേശ് T20ക്ക് വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.